ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ്റെ വട്ടും കരളും വെച്ചിട്ടുള്ള ഒരു റോസ്റ്റാണ്. അതിന് വേണ്ടി നമ്മൾ ലിവർ എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നീ സാധനങ്ങളാണ് ഇതിൽ ആവശ്യമായിട്ട് വേണ്ട. തക്കാളിയും വേണം. നമ്മളിവിടെ സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി, വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. നന്നായി കഴുകിയ കരളും എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ കൂടെ കരളിൻ്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന മറ്റേ വേറൊരു പാർട്ടുണ്ടല്ലോ, ചിക്കൻ പാർട്സ് കഴിക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള, അത് നമ്മൾ സെപ്പറേറ്റ് വേവിച്ചിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് കരളിനേക്കാളും വേവ് കൂടുതലുണ്ട് ആ സാധനത്തിന്. അപ്പോൾ നമ്മളതൊന്ന് കുക്കറിൽ വേവിച്ചിട്ട് നമ്മൾ കരൾ വേവിക്കണതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പെട്ടെന്ന് വെന്ത് കിട്ടാനും നല്ലതായിരിക്കും. അപ്പോൾ ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. സവോള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചേർക്കുമ്പോഴേക്കും നല്ലത്. അരിഞ്ഞിടുമ്പോൾ ആ ഫ്ലേവർ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവോള ചേർത്ത് കൊടുത്തു. സവോള നന്നായി വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ കളറായിട്ട് നല്ല വഴന്ന് വന്നാലേ ആ ഒരു സ്വീറ്റ്നെസ് ഉണ്ടല്ലോ നമ്മുടെ സവോളയ്ക്കുള്ള, അത് മാറിക്കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കറിക്കുള്ള ആ ഒരു ഫുള്ളൊരു സ്പൈസി ആയിട്ടുള്ള ഒരു കറി നമുക്ക് കിട്ടില്ല. നന്നായി ഇളക്കി കുറേ നേരം എടുത്ത് നമ്മൾ ഇത് വഴറ്റിയെടുക്കണം. നമ്മളൊരു കയ്യിൽ വെച്ച് നന്നായി ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് നന്നായി ഒന്ന് ഇളക്കി എണ്ണയിലൊക്കെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നന്നായി ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച്, എന്നാലേ ആ ഉപ്പ് എല്ലാ ഭാഗത്തേക്ക് എത്തുള്ളൂ. അപ്പോഴേ നമുക്ക് സവോള നന്നായി വഴന്ന് കിട്ടുള്ളൂ. ഇത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ് സവോള വഴറ്റിയെടുക്കുന്നത്. ബാക്കി പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു ഹാഫ് ആൻ അവർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ കറി ചെറിയതിലേക്ക് എടുക്കാം. കുറച്ച് മറ്റേ കരളും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി എടുക്കാൻ കുറച്ച് പാടുണ്ട്. അതൊന്ന് പെട്ടെന്ന് ചെയ്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടാവുന്ന ഒരു കറിയാണിത്. സവോള പതിയെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത്ര പോരാ, നന്നായി വഴന്ന് വരണം. നമുക്ക് ഇളക്കി കൈയെടുക്കാതെ ഇളക്കി കുറേ നേരം ഇളക്കി, പിന്നെ കുറച്ച് നേരം നമുക്കങ്ങനെ വെക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇളക്കി, അങ്ങനെയാണ് നമ്മൾ സവോള വഴറ്റിയെടുക്കുന്നത്. ഇപ്പോൾ വേണ്ടത് നല്ല ഒരുപാടുണ്ടായിരുന്ന സവോള ചുരുങ്ങി കുറച്ചായി. ഇനി ഇത് വഴറ്റി നന്നായി കുറച്ചും കൂടിയും ബ്രൗൺ കളറാവണം. നമ്മളിതിൽ ഉപയോഗിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക്, ഇത്രയും മസാല പൗഡേഴ്സാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. നമ്മളിതിൽ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇത്രയും ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടിക്ക് കുറച്ച് മൂപ്പ് കൂടുതലായതുകൊണ്ട് തന്നെ മല്ലിപ്പൊടി ഒരു പച്ചമണം മാറി കിട്ടാൻ ബാക്കിയുള്ള പൊടിയേക്കാൾ കുറച്ച് ടൈം അധികം വേണം. അപ്പോൾ അതൊന്ന് ഇട്ട് ഇളക്കി പാകമായതിന് ശേഷം മാത്രം ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി ആ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല, കുരുമുളക്, ഇത്രയും പൊടികളാണ് നമ്മൾ ചേർക്കുന്നത്. നമുക്ക് ബാക്കി മുളക് പൊടി സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ മുളക് പൊടി കുറച്ചേ ഇടുന്നുള്ളൂ. കുറച്ച് ലാസ്റ്റ് കുരുമുളക് നന്നായിട്ട് ഇടുമ്പോഴാണ് ആ ശരിക്കുള്ളൊരു എരിവ് വരുന്നത്. നമ്മൾ സാധാ മുളക് പൊടി കൂടുതൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു കുത്തെരിവായിരിക്കും. നമുക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് കുറച്ച് അധികം ഇടുന്നത്. അപ്പോൾ ഒരു കളറ് കിട്ടും. പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് മഞ്ഞൾപ്പൊടി, ഗരം മസാല കുറച്ചധികം ഇടണം. ഇപ്പോഴും ലാസ്റ്റ് ഇടുന്നുണ്ട് നമ്മൾ. കുരുമുളക് പൊടി ലാസ്റ്റ് നമ്മൾ കറിയുടെ മുകളിൽ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായി മൂപ്പിച്ചെടുക്കണം നല്ലോണം. ഇത് അടി പിടിക്കുമ്പോൾ തന്നെ നമ്മൾ നല്ലോണം ഇത് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കറി വയ്ക്കുമ്പോൾ ഇത് അടി പിടിച്ചിട്ട് കരിഞ്ഞ് വേറെ ടേസ്റ്റ് വരാൻ സാധ്യത ഉണ്ട്. എനിക്ക് ചെറുതായിട്ടൊന്ന് അടി പിടിച്ചായിരുന്നു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക്.
അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. തക്കാളി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അത് നന്നായി വഴറ്റിയെടുക്കണം. നന്നായി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ആ ചിക്കൻ വേവിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആ ഒരു കുറച്ച് ഗ്രേവി ആയിട്ട് കിടന്നിട്ട് അതൊന്ന് വെന്ത് വരും തക്കാളി നല്ലോണം. ചിക്കൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അത് ഇങ്ങനെ തക്കാളി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ സഹായിക്കും. ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചിക്കനല്ല മറ്റേ ചിക്കൻ്റെ പാർട്സ് വേവിച്ചതും വേവിക്കാത്തതും ആയിട്ടുള്ള പാർട്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് വേണ്ടത് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചിക്കൻ പാർട്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. വേവിച്ചതും വേവിക്കാത്തതുമായിട്ടുള്ള പാർട്സ് എല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കുറച്ചൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കും. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് കുറവുള്ള പോലെ തോന്നിയതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്ത് കൊടുത്തത്. നമുക്ക് ചിക്കൻ്റെ പാർട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളത്തോട് കൂടിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വേവിച്ച വെള്ളത്തോട് കൂടിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ചുകൂടി വെള്ളം നമുക്ക് വേണം ഇതിലോട്ട്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളം. എന്നിട്ട് അത് വറ്റിച്ചെടുക്കണം. വറ്റിച്ചിട്ടാണ് നമ്മൾ പിന്നെ എടുക്കുന്നത്. അത് കരൾ ആഡ് ചെയ്ത് കൊടുക്കാം. ലിവർ പാർട്ടാകുമ്പം മെയിൻലി അതിൽ നല്ലോണം ബ്ലഡിൻ്റെ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അത് നമ്മൾ മാക്സിമം എടുത്ത് കളയണം. ഓരോ പീസസായിട്ട് എടുത്തിട്ട് നമ്മളിപ്പോൾ ഇതിലൊരു പീസ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ എടുത്ത് മാറ്റി. ഇതിൻ്റെ ഉള്ളിലൊക്കെ ബ്ലഡ് ഇങ്ങനെ ക്ലോട്ട് ആയിട്ടിരിക്കുന്ന പോലെ ഉണ്ടായിരിക്കും. അതെടുത്ത് മാറ്റിയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ബാക്കിയുള്ള ഇതിലോട്ട് കുറച്ചും കൂടി വെള്ളം നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ സാധാരണ വെള്ളമാണ് ആഡ് ചെയ്യുന്നത്, ചൂടുവെള്ളമൊന്നുമല്ല. കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിത് വേവിക്കാൻ വയ്ക്കുകയാണ്. കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായി തിളച്ച് വറ്റി വരണം. എല്ലാ വെള്ളവും വറ്റി വരണം. നമുക്ക് കുറച്ച് ടൈം എടുക്കും. നമ്മൾ വറ്റിച്ചെടുക്കാം. കുത്തി ഇളക്കാതിരിക്കുക. ഈ കരൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. പൊടിയാതെ കിട്ടണം. എന്നാലേ നമുക്ക് കഴിക്കാൻ ഒരു പീസസായിട്ട് കിടക്കുള്ളൂ. നമുക്കിത് ഫുള്ളായിട്ട് വറ്റിച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കതൊരു അടി പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടായപ്പോഴാണ് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയത്. പിന്നെ കുറച്ചും കൂടി ഇളക്കി യോജിപ്പിക്കാനും എല്ലാത്തിനും എളുപ്പം ഈ പാത്രത്തിലാണ്. അതുകൊണ്ട് ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റി ഇങ്ങനെ വറ്റിച്ചെടുത്തതാണ്. കുറച്ച് ഗ്രേവി ടൈപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് പെപ്പർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ എടുക്കാം. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെ ആയിട്ട് എനിക്ക് കുറച്ചുകൂടി ഡ്രൈ ആയിട്ടുള്ളതാണ് ഇഷ്ടം. ഗ്രേവിയെല്ലാം പറ്റിപ്പിടിച്ച് അതിലിരിക്കുന്ന രീതിയിലുള്ള കുറച്ചും കൂടി തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടുള്ളതാണ് എനിക്കിഷ്ടം. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതായിരിക്കും. ഈ സമയത്ത് എടുക്കുന്നത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ലതാണ്. അല്ലാതെ എടുക്കുന്നതായാലും നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. ഇത് ഈ പരുവത്തിൽ നമ്മൾ വറ്റിച്ചെടുക്കണം.
ഇനി ഞാനിപ്പോൾ പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാൻ ഈ സമയത്താണ് നമ്മൾ പെപ്പർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു. കഴിഞ്ഞ് ബാക്കി നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഗരം മസാലയും കുരുമുളകും കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത്. ഇങ്ങനെയാണ് നമ്മൾ ഫൈനലി കറി റെഡിയാക്കി കഴിഞ്ഞിട്ടിരിക്കുന്നത്. നമുക്കിനി എന്തായാലും ഉണ്ടാക്കിയതല്ലേ ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. നല്ല പെപ്പറൊക്കെ ഇട്ടിട്ടുള്ള കറിയാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ചിക്കൻ്റെ അത്ര വിലയൊന്നും ഇല്ല ഈ ചിക്കൻ പാർട്സിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.